വ്യാപാരികൾ സർക്കാരിന് ശക്തി പകരുന്ന സേവന പ്രവർത്തകരാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. മർച്ചന്റ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷവും വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായിട്ട് നികുതി പിരിക്കുന്നവരായിരിക്കാനുള്ള പ്രവണത കൂടും. സത്യസന്ധനായിട്ട് കച്ചവടം നടത്തുന്ന ആളും മണ്ടനാവും. ആള് നികുതിയെല്ലാം പിരിക്കുന്നു, സർക്കാരിന് കൊടുക്കുന്നു. ആ തയ്യാറാവാത്ത ആള് അവർ മിടുക്കന്മാരും. ആ അവസ്ഥ വിശേഷം വന്നാൽ മോശം വരും. എന്നാൽ ഇത് അമിതമാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ബലപ്രയോഗത്തിലൂടെ കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അത് അഴിമതിയിൽ അവസാനിക്കും. അതുകൊണ്ട് കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റത്തിന്റെ ഭാഗമാണ് കണക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ആഫീസിൽ വരണ്ട. ഏതെങ്കിലും കമ്പ്യൂട്ടർ വഴി കണക്കങ്ങ് അയച്ചു തന്നാൽ മതി. പണം അടക്കാൻ വേണ്ടി ഞങ്ങളുടെ ആഫീസിൽ വരണ്ട. നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് കമ്പ്യൂട്ടർ വഴി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം മാറും. നാനാവിധത്തിലുള്ള ഫോമുകൾ വേണം കച്ചവടക്കാർക്ക്. അത് ഓരോന്നിനും സീൽ വെക്കുന്നതിന് മാമൂലുണ്ട്. ഒരു സി ഫോം കിട്ടണമെങ്കിൽ അതിന് കൊടുക്കണം. വേണ്ട, നേരിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കുള്ള ഫോം എടുക്കാം. ഇങ്ങനെ സമ്പ്രദായം വരുമ്പോ നോക്കൂ, ഈ ആഫീസിൽ വന്നു നിന്നാൽ ഞങ്ങളുടെ ആഫീസിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആഫീസിന്റെ മുന്നിൽ വേറെ കസേര ഉണ്ടാവില്ല, അവിടെ നിൽക്കണം. ഇതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. ആഫീസിൽ വന്നാലല്ലേ കസേര നോക്കേണ്ട കാര്യമുള്ളൂ. ആഫീസിൽ വരണ്ട. എങ്ങനെ പ്രതികരിക്കാം? ഒന്നും പാടില്ല. ഏകോപന സമിതി തന്നെ മുദ്രാവാക്യം പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കമ്പനികള് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊന്നുകൂടി വേണം. എന്ത്? നമ്മുടെ വ്യാപാരം, നമ്മുടെ കടകള്, നമ്മുടെ കമ്പോളം അത് മെച്ചപ്പെടുത്തണം. എന്തിനാ മനുഷ്യര് ഈ വലിയ മോളുകളിൽ ഷോപ്പിങ്ങിന് പോണത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വളരെ ശുചിത്വത്തോടു കൂടിയാണ്. അവിടെ ഷോപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്റ്റാറ്റസും അലങ്കാരവും. വില സ്വല്പം കൂടിയാലും അതിന്റെ പേരും പിടിച്ചുള്ള ബാഗ് കൊണ്ട് നടക്കുന്നത് അഭിമാനം കാണുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ അങ്ങനെ ഒന്ന് നമ്മുടെ നാട്ടിലെ കമ്പോളങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ? ഒരു ഷോപ്പിംഗ് മോളിലെ പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ ഒരു കൊച്ചു കടയിൽ ഉണ്ടാവത്തില്ല. പക്ഷെ പത്തനാപുരത്തെ കടകളെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഏതാണ്ടെല്ലാം കിട്ടും എന്ന് വരിക. ഷോപ്പിംഗ് മോളിനെ പോലെ തന്നെ ശുദ്ധവും വെടിപ്പുള്ളതായിട്ട് നമ്മുടെ റോഡും ഒക്കെ നിൽക്കാം. അശ്രീകാരം ബോർഡുകളെല്ലാം ഓരോന്നോരോന്ന് ഇത്തരം മത്സരിച്ച് വെച്ച് കണ്ണു തുറന്നു കഴിഞ്ഞാൽ മഞ്ഞളിക്കുന്ന നില മാറ്റിയെടുക്കുക. കൊണ്ട് ഒരു വ്യാപാര മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളില് അവിടുന്ന് വ്യാപാര ട്രേഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിക്കാൻ പോകും. അതിന് പണം വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷം അത് ആരംഭിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തില് കേരളത്തിലെ വ്യാപാരി സമൂഹവും സർക്കാരും സംയുക്തമായിട്ട് നമ്മുടെ വാണിജ്യ വികസനത്തിനും അതിനടിസ്ഥാനത്തിൽ കേരളത്തിലെ വാണിജ്യ മേഖല നേരിടുന്ന പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും ഉള്ള തയ്യാറെടുപ്പ്, അതിനുള്ള ആലോചനകൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു വർഷമായിട്ട് നമുക്ക് ഇനിയുള്ള വർഷം നോക്കണം. ഇതിനുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് പത്തനാപുരം മർച്ചന്റ്സ് അസോസിയേഷന്റെ ഈ സുവർണ ജൂബിലി സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ നസറുദ്ദീന് വേണ്ടിയിട്ട് വ്യാപാര ഭവൻ തുറക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം മാറി 5 വർഷം കൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളുള്ളതായിട്ട് നസറുദ്ദീൻ മാറിയിട്ടുണ്ട്. നസറുദ്ദീന്റെ ആത്മകഥ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത്. അപ്പൊ അതിൽ പേജുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നിവിടെ വരുമ്പോൾ കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അത് നല്ല മനസ്സിനും വാക്കുകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ മഹത് കർമ്മവും ഞാൻ നിർവഹിച്ചുകൊള്ളുന്നു. നന്ദി.
വ്യാപാരികളുമായി കലഹമില്ലാത്ത ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് താനെന്നും ഇത്രത്തോളം മതസൗഹാർദ്ദപരമായ ഒരു കാലഘട്ടം വ്യാപാരികളും ധനവകുപ്പും തമ്മിൽ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് കഴിയാറില്ലെന്നും എന്നാൽ വ്യാപാരികൾക്ക് ലാഭമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നികുതിദായകരായ വ്യാപാരികളാണ് സർക്കാരിന്റെ ശക്തിയെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വ്യാപാരികളോട് ബഹുമാനമാണുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വ്യാപാരികളെയും സർക്കാരിനെയും പരസ്പരം തെറ്റിദ്ധരിപ്പിച്ച് ഭിന്നത സൃഷ്ടിക്കുന്നതിന് ഒരുപറ്റം ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടെന്നും വ്യാപാരികളും സർക്കാരും ഇത് പരസ്പരം തിരിച്ചറിയേണ്ടതുണ്ടെന്നും ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ടി.എം. നസറുദ്ദീൻ നിർവഹിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ധനമന്ത്രി തന്നെയാണ് വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തത്. പുതുമ നിറഞ്ഞ ഉദ്ഘാടനം കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി. വേദിയിലിരുന്നു കൊണ്ട് തന്നെ ലാപ്ടോപ്പിൽ വിരലമർത്തി ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ശ്രുതിമധുരമായ ഗാനത്തിനൊപ്പം വ്യാപാര ഭവനെ വലയം ചെയ്ത് തൂവള്ള വസ്ത്രം മന്ദം മന്ദം അകന്നുമാറി. വ്യാപാര ഭവന്റെ ഉദ്ഘാടനം യാഥാർത്ഥ്യമായി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ. രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 50 വർഷത്തെ ചരിത്രം ബഹുമാനായ മന്ത്രി പറഞ്ഞു. ഇവിടെ പത്തനാപുരത്തിന്റെ 50 വർഷത്തെ ചരിത്രത്തിൽ വ്യാപാരികളുടെ പങ്ക്. 2 പ്രധാന കാര്യങ്ങളാണ് പത്തനാപുരത്തെ ആളുകൾ ആശ്രയിച്ചത്. ഒന്ന്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുവാൻ വേണ്ടി മൗണ്ട് താബോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് മുഴുവൻ കുട്ടികളെ ചേർക്കാൻ രക്ഷിതാക്കൾ വന്നത്. പഴയ കാലം മുതൽ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് പത്തനാപുരം. പത്തനാപുരം അറിയപ്പെടുന്നത് ഏറ്റവും വലിയ മാർക്കറ്റ്. പത്തനാപുരം മാർക്കറ്റ്, പത്തനാപുരം ചന്തയിൽ തുടങ്ങി എന്ത് സാധനം വാങ്ങണമെങ്കിലും പത്തനാപുരത്ത് വന്നാൽ കിട്ടുമെന്നൊരു കാലം ഉണ്ടായത്. പിന്നീട് അതിന് ചില കോട്ടങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ഇപ്പോൾ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. പത്തനാപുരം വീണ്ടും പഴയ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുത്തിരിക്കുന്നു. പത്തനാപുരം എന്ന ഈ പ്രദേശത്തെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു മാർക്കറ്റായി മാറി. ബഹുമാനായ മന്ത്രി മുന്നോട്ട് വെച്ച ആശയം ഈ പത്തനാപുരം ടൗണിൽ കാണുന്ന എല്ലാ കടകളും ചേർത്ത് ഒരു സ്ഥാപനമായി വാൾമാർട്ട് അടക്കമുള്ള ബിഗ് ബസാർ പോലെയുള്ള വലിയ മാളുകൾ നിർമ്മിച്ച് അതിന്റെ ഉള്ളിൽ എല്ലാം കിട്ടുന്ന മാർക്കറ്റുകൾ സൃഷ്ടിക്കുന്നതിന് പകരമായി ഈ പ്രദേശം ഒരു ഒറ്റ മാർക്കറ്റായി കണ്ടുകൊണ്ട് എല്ലാം ലഭ്യമാകുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക. സ്ഥലം എം.എൽ.എ. കെ.ബി. ഗണേഷ് കുമാർ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്മരണിക പ്രകാശനം മുൻ എം.എൽ.എ. പ്രകാശ് ബാബു നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ. എബ്രഹാം സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് ജി. ഗോപകുമാർ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി എസ്. ദേവരാജൻ ധനസഹായ വിതരണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി പുത്തൂർ വിജയൻ, ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ, മേഖലാ പ്രസിഡന്റ് എം. നൌഷറുദ്ദീൻ, രക്ഷാധികാരി പി. കാർത്തികേയൻ നായർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി. ചന്ദ്രശേഖരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ കെ. എ. എബ്രഹാം, കലഞ്ഞൂർ പ്ലാസ്ഥാനത്തുമഠത്തിലെ രാമൻ പോറ്റി, താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ രക്ഷാധികാരി ഹാജി എം. നസീർ എന്നിവർ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മതേതര പരിവേഷവും ഐശ്വര്യവും പകർന്നുകൊണ്ട് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. കേരളത്തനിമ വിളിച്ചറിയിച്ചുകൊണ്ട് 13 വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച സംഘനൃത്തം സുവർണ ജൂബിലി ആഘോഷത്തെ വർണ്ണാഭമാക്കി. സമൂഹത്തിന്റെ അരനൂറ്റാണ്ടിന്റെ ചരിത്രവും സന്ദേശവും ശക്തിയും വിളിച്ചറിയിച്ചുകൊണ്ട് സുവർണ ജൂബിലി ആഘോഷം പര്യവസാനിച്ചു.